ഏതുമാകട്ടെ ഈ ഭർത്താവിനെ ബഹുമാനത്തോടെ കാണണം. ഹസ്ബൻഡിനെ എവിടെയും നീ ചെറുതാക്കരുത്. നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ്. നിന്റെ ഹസ്ബൻഡ് നിന്നെയും നിന്റെ മക്കളെയും പോറ്റാൻ എന്ത് ത്യാഗമാണ് വരുന്നത്. അതുകൊണ്ട് ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ചു പോകാൻ പാടില്ല. ഭർത്താവിന്റെ മനസ്സ് ബേജാറിലാവാൻ പാടില്ല. നിനക്ക് വേണ്ടിയാണ് അവർ ത്യാഗം ചെയ്യുന്നത്. നിന്റെ മക്കൾക്ക് വേണ്ടിയാണ് അവൻ കഷ്ടപ്പെടുന്നത്. ആ ഒരു ഓർമ്മ എപ്പോഴും വേണം. ഇതോ നക്ക് ബയറ് മുമ്പളായിട്ട് നാലായിട്ട് കേട്ടാൽ ഒറുക്കാങ്ങും കേട്ടുത്താ സമാറായിറാണ്ട് അല്ലേ. നക്ക് തലനൊമ്പല 8 നാളായിട്ട് കേട്ടായാൽ ആ രക്ഷരൊണ്ടിട്ട് പോയിട്ട് മർന്നിട്ട പാട്ട് ചൊന്നരല്ലാണ്ട് അതിൽ പിന്നെ ഇണ്ട് തോല കേട്ടുത്തായാൽ അങ്ങനെ ആവാനും പാടില്ല. കേൾക്കണം, പറയണം, സുഖാന്വേഷണം വേണം. എന്ത് ചെയ്താലും നിന്റെ ഭർത്താവ് അല്ലാഹു നിനക്ക് തന്ന രാജകുമാരനാണ്. അവനെ ബഹുമാനത്തോടെ കാണണം, സ്നേഹത്തോടെ കാണണം. അവന്റെ പൊരുത്തം നിനക്ക് ഉമ്മയുടെ പൊരുത്തത്തെ കാട്ടിയും അബ്ബയുടെ പൊരുത്തത്തെ കാട്ടിയും നിനക്ക് വലുത് നിന്റെ ഭർത്താവിന്റെ പൊരുത്തമാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാ. മറ്റൊന്ന്, നമ്മുടെ ഭാര്യ. ആണുങ്ങളോട് പറയുന്നു, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ വൈഫ്, നമ്മുടെ പെഞ്ഞായി നമുക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ്. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. നമുക്ക് വേണ്ടി എല്ലാവും മറന്ന് എല്ലാവും ഒഴിവാക്കി നമ്മുടെ കൂടെ ജീവിക്കുകയാണവർ. നമുക്ക് ആശ്വാസമാവുകയാണവർ. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. നമുക്കവർ ആശ്വാസമാണ്. നമുക്ക് വേണ്ടി എല്ലാവും മാറ്റിവെച്ച് വന്ന നമ്മുടെ ഭാര്യ. ആ ഭാര്യയെ നീ റെസ്പെക്റ്റോടെ കാണണം. അവളെ നീ ബഹുമാനിക്കണം. അവരെ നീ സ്നേഹിക്കണം. അവർക്ക് വേണ്ടതെല്ലാം നീ ചെയ്തു കൊടുക്കണം. അത് നിന്റെ ബാധ്യതയാണ്. അവർ ചോദിക്കാതെ ചെയ്തു കൊടുക്കണം. അവർ ചോദിക്കേണ്ടതില്ല. ഭാര്യക്ക് സ്നേഹം കൊടുക്കേണ്ടയിടത്ത് സ്നേഹം കൊടുക്കണം. അവർക്ക് ഫുഡ് കൊടുക്കണം. അവർക്കെല്ലാം ചെയ്തു കൊടുക്കണം. അവരുടെ രോഗങ്ങൾ വന്നാൽ ചോദിക്കണം. അവരെ ആശ്വസിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. അവരോട് കളിക്കണം, തമാശ വേണം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ കൂടെ ഓടി കളിച്ചിട്ടുണ്ട്. കുളിക്കുന്ന നേരത്ത് 2 കപ്പ് 2 പാട്ട് ഒട്ടുകുവൽച്ചിട്ട് ആയിഷ ബീവി കൊടുക്കാണ്ട് അങ്ങനെ പല തമാശകളും ഉണ്ടാകിയിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മുടെ ഭാര്യമാരിൽ നിന്ന് ചെറിയ ഫോൾട്ട് വന്നാൽ അല്ലേ, എന്തെങ്കിലും ഒരു തൊന്തര ചെറിയ ഒരു യാറകൊറോടി വന്നേട്ട് കണ്ടെങ്കിൽ നക്ക് പണ്ടേ അയാൾ ചൊന്നിന്ത് നിന്റെ റായത്തേൽ കാക്ക അയാൾ ചൊന്നിന്ത് അതുകൊണ്ട് അവൾ അബ്ബവും സമയമില്ല, ഉമ്മൻ സമയമില്ല. പിന്നെ എങ്ങനെ മക്ക സമയക്കര് നന്റെ ആ ബ്രോക്കർ കൊണ്ടുപോയിട്ട് നന്റെ ഇതിരാട്ടിയോണെങ്കിൽ കൊള്ളാന്ത് ഈ മുസീബത്തിനെ വലിച്ചിട്ടാല്ല നന്റെ മേല്. ഇങ്ങനെ പറയാ പാടുള്ളതല്ല ഭാര്യമാരിൽ നിന്ന്. അഹ്മദുൽ കബീറുർ റിഫായി റളിയല്ലാഹു അൻഹു, ആ വലിയ മഹാന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ വൈഫ് ദേഷ്യം വരുമ്പോ അർസബർമ്പ ഇരുമ്പ് ചൂടാക്കി പോയിട്ട് റിഫായി ഷേഖ് വെച്ചോ ഇന്നൊരവസ്ഥ. എങ്ങനെ അർസബന്നെങ്ങ് ചട്ടുവ ചൂടാക്കിയിട്ട് എടുത്ത പോയിട്ട് റിഫായി ഷേഖ് ചൂട് തട്ടുവാട്ട് ഭയങ്കരമായ ചൂട് കൊണ്ട് റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ തൊലിയിൽ പൊള്ളൽ വരുമായിരുന്നു. അങ്ങനെ അർസബർമ്പ ഇരുമ്പ് ചൂടാക്കി വെച്ചോ. ഏനാണിങ്ങ ഇയാളെ വാളുക വിളിച്ചിട്ട് വലിയ മുസീബത്താക്കുവല്ല. നാളെ ഹിങ്ങ ഇരുമ്പ് കത്തിയെല്ലാം ചൂടാക്കി എടുത്ത ಬಂದು വെച്ചെങ്ക് നാണാലല്ലവാ. ഇപ്പൊ റിഫായി ഷേഖ് ഇല്ല, സബുറാക്കോ അപ്പവേ കിട്ടു ചൂടാക്കിയിട്ട് പെറവും. അതുകൊണ്ട് അത്ര അങ്ങനെ ആക്കിയിട്ട് പോലും ആ പെഞ്ഞായിര തൊലാക്ക് ചൊല്ലു റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചിട്ടില്ല. വേണ്ട, നക്കിക്കട്ട് സബൂറിന്റെ പേരില് നക്കല്ലാഹു പ്രതിഫല തണ്ടെങ്ക്, നക്കല്ലാഹു സബൂറിന്റെ പേരില് പ്രതിഫല തണ്ടേണ്ടായെങ്ക് ആ പെഞ്ഞായിരെ ഒരു പലക്ക സമയത്ത എന്തും ചൊല്ലുക റെഡിയായില്ല മഹാനവറുകൾ. നമ്മളെ വൈഫിന്റെ കറിക്ക് തെല്ല് ഉപ്പ് മാത്ത് ഏറിയെങ്ക് ഇത് മുസീബത്ത് ബന്നപ്പ തുടങ്ങി ഇങ്ങനെ ഒന്ന ചപ്പ അല്ലേ ഉപ്പു നന്റെ ശനി എന്ത് ചൊല്ലട്ട്. അപ്പുറത്തെ ഉത്തരം മണക്കര കേക്കില്ലേ, മണക്കര വിസിലെ സൗണ്ട്. എന്ത് നല്ല ഫുഡ്, ഹൈദരാബാദ് ബിരിയാണി അവിടെ തിന്നണോ അവളോട്ട. ആയിത്ത് ഇന്നതും പോകുന്നല്ലാതെ
പാടില്ല, പാടില്ല. ഫുഡെല്ലാം ആക്കിയിട്ട് പെണ്ണിങ്ങ അയാൾ തിന്നുമ്പോ മുട്ട തെച്ചിട്ട് ഒരു നോക്കുകൊണ്ട് ഒരു 5 മിനിറ്റ്. ഓ ഈ മനസ്സ് തിന്നര ഗബ 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 തിന്നരല്ലാണ്ട് ഒരു അക്ഷരമുണ്ടല്ല. അങ്ങനെ ആവോ തീറ ബായിക എടുത്ത് വെച്ചിട്ട് അൽഹംദുലില്ലാ ഇതാറാക്കി നീനാക്ക് മാഷാ അല്ലാ സാമ്പാർ ചൊന്നെങ്കിൽ ഇത് 1.5 സാമ്പാർ 4 ചൊല്ലണ്ട ഒരു 4 പോട്ടെ ഗടിപിടിയാക്കണ്ട. ഇന്റെ 4 ചൊന്നെങ്കൊന്ത നക്കൊന്തുണ്ട് നന്നെ നല്ല ആക്രമാൻ അതൊരു 4 മറക്ക് നിർക്കും. മറന്നപ്പോ എന്താക്ക നല്ലത് പറയണം. കറിയില്ല നബിയെ, കറിയില്ല, സുർക്കയല്ലാതെ വിനീഗറല്ലാതെ ഒന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നിഅമല്ലതും എന്തൊരു നല്ല കൂട്ടാനാണ് അൽ ഖല്ലു സുർക്ക അല്ലെ, വിനീഗർ എന്തൊരു നല്ല കൂട്ടാനാണ്. അല്ലാഹുവിന്റെ റസൂല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുആമൻ ഖത്ത് 63 വയസ്സിൽ ഒരൊറ്റ ഫുഡിനെയും റസൂലുള്ള ഐബ് പറഞ്ഞിട്ടില്ല, മോശം പറഞ്ഞിട്ടില്ല. ഒരു ഫുഡിനെയും ചീത്ത പറഞ്ഞിട്ടില്ല, കുറവ് പറഞ്ഞിട്ടില്ല. നമ്മളാ തിണ്ടിട്ട് മൂക്ക് എത്രത്തോളം ഒരത്ത ചൊന്നോലതാ ഒരു മൈസൂർ ബാല ഉണ്ട് ഇട്ട് അപ്പോൾ ചൊല്ലിട്ടോല്ല മൈസൂർ ബാലമാ, മൈസൂർ ബാല എന്തില്ല ബാല എന്തിട്ടെങ്കിൽ ഇട്ടറിഞ്ഞ പറ ഫുള്ളായിരു എവിടുത്തല്ല ഫുള്ളവിടെ മാത്രല്ല ചില ഹോൾഡർ വിടും. ഇക്കാലത്ത് അങ്ങനെ വന്നില്ല, ഞങ്ങളപ്പറല്ല. ചില പെണ്ണിങ്ങ ഈ മൈസൂർ പാക്ക് ജുലേബി എല്ലാം കെട്ടിയോണ്ട് പോകുന്നുണ്ട്, ടിഷ്യൂ നിറച്ചിട്ട് ഔത്തുക. ചില ആണിങ്ങ ഉണ്ട് മെല്ലെ എടുത്തോണ്ട് പോയിട്ട് കാറിൽ വെച്ചിട്ട് തിന്നോണ്ട് പോണ്ടേ സീർണി ഔത്തര ഓതി. പാടില്ല, നല്ലതല്ല. ഹദീസിലുണ്ട് റസൂലുള്ള പറഞ്ഞു ഒന്നെടുക്കേണ്ടടുത്ത് 2 എടുക്കാൻ പാടില്ല, പിന്നല്ലേ ഔത്തുകെടുത്ത പോണ്ടേ. പിന്നെ ചില ആളുണ്ട് ഫസ്റ്റ് വെജ് ഉണ്ടിട്ട് പിന്നെ നോൺ വെജ് തിന്നിര് സുറൂത്ത് 2 വട്ട കീഴ്മേലെല്ലാം പോയിട്ട് വന്നിട്ട്. പാടില്ല. നോൺ വെജ് തിന്നാത്താക്കാണ് വെജ്. പിന്നെ ചില ആള് നല്ല സ്വാലിഹീങ്ങൾ അങ്ങനത്തെ എന്തൊറകളില്ല, നോൺ വെജ് തിന്നിട്ട് പായസം ഒളിക കൂടെ ഓടെ ഇപ്പുറത്തെ ഒത്തുല ആ രൂപത്തിൽ അതും പാടുള്ളതല്ല. ഓരോന്നിനും ഓരോന്നിൻ്റെതായ സിസ്റ്റമുണ്ട്. നമ്മുടെ സമുദായം എന്തേ ഇങ്ങനെ ചെരുപ്പഴിച്ച് വെക്കുന്നതിൽ സിസ്റ്റമില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും ക്ലീൻ അറിയണമെങ്കിൽ ഓന്റെ ചെരുപ്പിലേക്ക് നോക്കണമെന്നാണ്. ഓന്റെ ചെരുപ്പ് ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ പിന്നെ നാളെ ചെരുപ്പ് എങ്ങനെ ക്ലീൻ മനുഷ്യന്റെ. ഒരു പെണ്ണിന്റെ ക്ലീൻ അറിയണമെങ്കിൽ അവരുടെ വീട് മുഖം നോക്കിയിട്ടാ, ലിപ്സ്റ്റിക് നോക്കിയിട്ടാ, ബാഗാ ബുർക്കാണി നോക്കിയിട്ടെന്തും ക്ലീൻ ചൊല്ലകാവില്ല. അവ നോക്കിയിട്ടാവണു പെണ്ണ് ക്ലീൻ ഉള്ള ആളാണ്. 1 മൈന് കിച്ചണ്, 2 ടോയ്ലറ്റ് ബാത്റൂം. ഇത് ക്ലീൻ ഇന്നിട്ട് കണ്ടെങ്കിൽ ഇതെന്തരെ ആരെങ്കിലും ബന്നെങ്കിൽ നാണിപ്പ പാത്ര എടല്ല കൽക്കാണ്ട് ഭർത്തായ അപ്പൊ നിങ്ങ വന്നേന്ന് എപ്പോ ഇതേമാ ഇങ്ങനെമാ എങ്ങനെ കൽക്ക ഭർത്തായ ഇപ്പൊ ഭർത്തായ എത്ര ഇപ്പടിച്ചെത്ര മക്കളെല്ലാം വിടക്കാക്കുണ്ട്. പാപ മക്കൾക്ക് പേര് പാവ മക്ക ഇന്നലെ മുഞ്ഞാണ്ടിട്ടത് അത് എടുത്തിട്ടേ ഇല്ല പേര് മക്കൾ. പിന്നെ അർജന്റ് കാറ് വന്നാൽ പിന്നെ എല്ലാം വലിച്ച് എടുത്ത് പോയിട്ട് വാഷിംഗ് മെഷീൻ ഉൾകേറ്റിട്ട് അതിന്റെ മേലെ ഒരു പാത്ര ഡിം തീന്തവിടെ എല്ലാം ആരും കാണുകയില്ല. ചില പെണ്ണികള വന്ന് നോക്കൊണ്ട് വാഷിംഗ് മെഷീന്റെ ഉൾക ഫ്രിഡ്ജിന്റെ ഉൾകല്ല തുറന്നിട്ട് മറ്റൊരുത്തന്റെ വീട്ടിലേക്ക് പോയാൽ തുറന്നു നോക്കാൻ പാടില്ലെന്നാണ് ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ലുഖ്മാൻ തങ്ങളുടെ വസിയത്തിലുണ്ട്. നമ്മൾക്ക് തുറക്കാൻ മറ്റുള്ളവരുടെ വീട്ടിൽ പോയാൽ നീ നിന്റെ കണ്ണ് നല്ലോണം സൂക്ഷിക്കണം, അവിടെ ഇവിടെയെല്ലാം നോക്കാൻ പാടില്ല. എല്ലാം ഇതെന്തിരെ എപ്പറച്ചു വെച്ചത് ഒക്ക മീന് എത്ര നാളായിട്ട് കബാബ് റെഡി എപ്പോ മസാല ഇട്ട് വയ്ക്കരേമാ, ഇതെല്ലാം നമ്മൾ ഇൻക്വയറി ആക്കാൻ പാടുള്ളതല്ല. ഏതുമാകട്ടെ മുത്തുമുമ്മിനീങ്ങളെ, നമ്മൾ നല്ല വൃത്തിയുണ്ടാകണം, നല്ല ക്ലീൻ ഉണ്ടാകണം. നമ്മുടെ ഭാര്യമാർ ആ ഭാര്യമാർക്ക് വേണ്ടി നമ്മൾ സഹിക്കണം, ത്യാഗം ചെയ്യണം, അവരെ സ്നേഹിക്കണം, അവർക്ക് സപ്പോർട്ട് ചെയ്യണം, അവരെ കരയിപ്പിക്കരുത്, അവരെ മോശപ്പെടുത്തരുത്, അവരെ ഇൻസൾട്ട് ചെയ്യരുത്. നമ്മുടെ പെങ്ങന്മാരെ മുന്നിൽ, നമ്മുടെ ഫാമിലിക്കാരുടെ മുന്നിൽ ഓൾ അങ്ങനമേ, ഓൾ എപ്പോഴും അങ്ങനമേ, ഓൾ അമ്മ അങ്ങ കൂട്ടുകുടുംബെല്ലാം അങ്ങനമേ പാടില്ല. അവളെങ്ങാനും കരഞ്ഞു പോയാ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ, നിങ്ങളിൽ ഏറ്റവും നല്ല ആള് ഹാജാറല്ല, ഉസ്താദല്ല, നല്ല സ്വഭാവമുള്ളവനാരോ, നല്ല സ്വഭാവം വേണം. വഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്?
നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അവനവന്റെ ഭാര്യയോട്, വൈഫിനോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് നിങ്ങളിൽ നല്ലവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല രൂപത്തിൽ സംസാരിക്കണം ആരോടും, അല്ലെ? അപ്പുറത്തെ ഉത്തരങ്ങളെ കണ്ടെങ്കിൽ എന്ത് ചിരി, എന്ത് സന്തോഷ. ദാദാ ഉണ്ടാറാ, ദാഡ ഉണ്ടാറ, ഈ ഔത്തുള്ള ദാദ ഉണ്ടുണ, ഈ വിഷയ ഉണ്ടാ. ദാദയുടെ തലനമ്പലല്ല സുമാറായിത്താന്ന് കേൾക്കുമ്പോ നിന്റെ ഒത്ത് ഇതുപോലത്തെ ഒരു ദാദ ഉണ്ട് നിനക്ക് വേണ്ടി ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ ഭാര്യയില്ലേ, ആ ഭാര്യയുടെ രോഗത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും നീ അവളുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ അള്ളാഹു നിന്നെ പൊരുത്തപ്പെടുന്നില്ല, നീ നല്ലവനല്ല. നിന്റെ ഭാര്യക്ക് തോന്നണം എന്റെ ഹസ്ബൻഡ് നല്ലൊരു മനുഷ്യനാണ്. അവളെ കെയർ ചെയ്യണം, അവളെ ആശ്വസിപ്പിക്കണം. ഫുഡ് ഒരു നേരം കൊടുത്തില്ലെങ്കിലും വിരോധമല്ല, സ്നേഹത്തിൽ നീ കുറക്കണ്ട, അവളെ ഫളീഹത്താക്കണ്ട, നാണം കെടുത്തണ്ട, ഇൻസൾട്ട് ചെയ്തു പോകണ്ട. അവളുടെ ത്യാഗം അല്ലേ കേക്ക് രണ്ടുണ്ടു, നിക്കെന്തിരുണ്ടൂടെ സൊറ, അല്ലേ? നിക്കെന്തിരുണ്ടൂടെ പെഞ്ഞായിരൊട്ടു കേക്കുകൊണ്ട് നിക്കെന്തിര സൊറ ഉണ്ടൂടെ? ആಯ್ತು, നിക്ക് സൊറ ഇല്ലെങ്കിൽ വേണ്ട. നോക്ക ഒരു 2 വാര അവളെ ഒത്തുക്ക് പോട്ട് നോക്ക. 2 വാര ഈ മക്കളെല്ലാം നോക്കി ഫുഡാക്കിയിട്ട് അടിച്ച് തോർത്തി പിടിച്ചിട്ടുള്ള സാധ്യമുണ്ട? 2 വാര 2 നാൾ സാധ്യമുണ്ട? സാധ്യല്ല. അത് അല്ലാഹു അവർക്ക് നൽകിയ ഗിഫ്റ്റാണ്. അതുകൊണ്ട് നിന്റെ ഭാര്യയെ നീ ബഹുമാനിക്കണം, പിരിസം കൊടുക്കണം, സ്നേഹം കൊടുക്കണം. വലിയ പടുകൂറ്റൻ 1.5 കോടിയുടെ വീട്, ആ വീട്ടുകാരെ കൗൺസിലിംഗ് ചെയ്യുമ്പോ ആ വൈഫ് ഭർത്താവിന്റെ മുഖം നോക്കി പറഞ്ഞത്, ഉസ്താദേ ഉസ്താദേ എത്ര വില അകഴിഞ്ഞിട്ട് എന്ത് പ്രയോജന? നക്കക വേണ്ട, കാസ് വേണ്ട, നണ്ടൊട്ടു ഇത്തര ഒരു കുട്ടു പിർസയും മനസ്സകില്ല. സുബ്ഹാനല്ലാഹ്, അവർ ആഗ്രഹിക്കുന്നത് വലിയ വീടല്ല, സ്വത്തുക്കളല്ല. അവർക്ക് ഭർത്താവിങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടണം, ആ സ്നേഹം കൊടുക്കണം, സൗകര്യം കൊടുക്കണം, നല്ല പോലെ നമ്മുടെ ഭാര്യമാരെ സന്തോഷിപ്പിക്കണം. ഇത് തലാക്കര ബിസിയല്ലായിട്ട് പഞ്ചാധികാക്കുമ്പോ ഒരേ ബിസിയ നണ്ട അവളർത്താക്കില്ല ഓണു ഓന്റെ വിഷയ അവളൊട്ട് കേട്ടപ്പ അയാൾ നണ്ട അർത്ഥമേ ആക്കില്ല. ഇവ എന്ത് വിഷയ? അയാൾ അവണും അർത്ഥാക്കില്ല, അവളെ അയാൾ രണ്ടാളും അപ്പുറം ഇപ്പുറം അർത്ഥാക്കുന്നില്ല. പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ട് പോകണം, എല്ലാം മറക്കണം, പൊരുത്തപ്പെടണം, സ്നേഹിക്കണം. അങ്ങനെ പോയാൽ നാളെ സുഖലോക സ്വർഗത്തെത്തുമ്പോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭാര്യക്ക് പൊരുത്തപ്പെട്ടു കൊടുത്ത ഭർത്താവ്, ഹസ്ബൻഡിന് മാപ്പ് കൊടുത്ത് സന്തോഷത്തോടെ ജീവിച്ച ഭാര്യ, രണ്ടാൾക്കും അല്ലാഹു സ്വർഗം നൽകുന്നു. സ്വർഗത്തിൽ എന്ത് ആനന്ദമാ, എന്ത് സന്തോഷമാ. അവിടെ എല്ലാരും ചെറുപ്പക്കാരാണ്, യങ്കാണ്, ആർക്കും വയസ്സില്ല, സൗന്ദര്യമാണ്, ചന്തമാ. സുഖലോക സ്വർഗത്തിൽ വെച്ച് പെണ്ണിനേക്കാൾ എത്രയോ 10 മടങ്ങ് സൗന്ദര്യമാണിനാണ്. പെണ്ണിനും അല്ലാഹു സൗന്ദര്യം കൊടുക്കുന്നുണ്ട്, ആണിനും സൗന്ദര്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഉള്ള ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. കുറ്റമില്ലാത്തവരില്ല, കുറവില്ലാത്തവരില്ല. ഫുള്ളായിട്ട് നമ്മളെ അർത്ഥാക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഭാര്യമാർ നിങ്ങളുടെ ഹസ്ബൻഡിനെ അർത്ഥമാക്കണം. അങ്ങനെ അർത്ഥാക്കണോ, അങ്ങനെ കഷ്ടാർത്ഥാക്കണോ, അങ്ങനെ ടെൻഷൻ അർത്ഥാക്കണോ, അങ്ങനെ സ്ട്രെസ് അർത്ഥാക്കണോ, അങ്ങനെ പ്രോബ്ലംസുകളെല്ലാം അർത്ഥാക്കണോ. ഭർത്താവായ ഹസ്ബൻഡായവൻ നന്റെ വൈഫ് നക്ക് വേണ്ടി ത്യാഗാക്കറോളൂ, നക്ക് ഫുഡാക്കറോളൂ, നന്റെ മക്കളെ നോക്കി വളർത്തറോളൂ. ഇതെല്ലാം ത്യാഗാക്കിയിട്ട് നണ്ടൊട്ടുകു നിക്കറോളൂ. ഈ ഒരു ചിന്ത എല്ലാ ഭർത്താവിൻ്റെയും മനസ്സിലുണ്ടാകണം. അല്ലാ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കണം. അല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമ്മുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. ചുരുക്കി പറയുന്നു, നമ്മുടെ ഉമ്മയും ഉപ്പയും അല്ലാഹും അവന്റെ റസൂലും കഴിച്ചാൽ പിന്നെ നമുക്ക് ഏറ്റവും കടമപ്പെട്ടവർ ഉമ്മയാണ്, ഉപ്പയാണ്.
അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം. നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ നന്ദി ചെയ്യണം. അല്ലാഹു തആല പറയുന്നു, മംബറനി വഅഖ വാലിദൈ കതബ്തുഹു അഖാ. അല്ലാഹു ഗുണം ചെയ്തു, നിസ്കരിച്ചു, നോമ്പെടുത്തു, എല്ലാം ചെയ്തു. വഅഖ വാലിദൈ, ഉമ്മാനെയും ഉപ്പാനെയും ബുദ്ധിമുട്ടിച്ചാൽ കതബ്തുഹു അഖാ. മൂസാ നബിയോട് അല്ലാഹു പറയാണ്, അവനെ ബുദ്ധിമുട്ടിക്കുന്നവരിൽ എഴുതപ്പെടുകയാണ്, നല്ലവനല്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഉംറയുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, എല്ലാം മുറ പോലെയുണ്ട്. ഉമ്മടെ ക്യാറാക്കില്ല, അബ്ബടെ ക്യാറാക്കില്ല. ഉമ്മാനെ ഇഷ്ടല്ല, അബ്ബാടെ ഇഷ്ടല്ല. അങ്ങനെ നിങ്ങളായിപ്പോയാ കതബ്തുഹു അഖാ. ബുദ്ധിമുട്ടിക്കുന്നവരിലേക്ക് അവരെ എഴുതുമെന്ന് അല്ലാഹു പറയുമ്പോ, ومن نقني وبر والديه كتبته برا. അള്ളാന്റെ വിധിവിലക്കുകളിൽ മാറ് കാണിച്ചു, അള്ളാഹുവിനോട് ഇഷ്ടക്കേട് കാണിച്ചു, അള്ളാഹുവിനെതിര് കാണിച്ചു, എന്നിട്ട് വബറ വാലിദൈ, ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്ത കതബ്തുഹു ബറാ, അവനെ ഗുണവാനിൽ എഴുതപ്പെടുകയാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ടതിന് അള്ളാഹു മാപ്പ് നൽകുന്നു. ഉമ്മാനെയും ഉപ്പാനെയും ബുദ്ധിമുട്ടിച്ചതിന് മാപ്പില്ല. വെറുപ്പിച്ച ശിക്ഷയും തക്ഷണം ലഭിക്കുന്നതാ, മൗത്തിന്റെ മുമ്പ് അവൻ അനുഭവിച്ചറിയുന്നതാ. ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അല്ലാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ. ഉമ്മാനെ ഒരു ചീത്ത വാക്ക് പറഞ്ഞാൽ, ഉപ്പാനെ ഒരു ചീത്ത വാക്ക് പറഞ്ഞാൽ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ എന്നുള്ള വാക്ക് പോലും പറയാൻ പാടില്ലെന്ന് കേട്ടല്ലോ. ചേന്നുള്ള വാക്ക് മഹാന്മാര് പറയുന്നു. ഉമ്മരെ മോത്തുകൂ, അപ്പരെ മോത്തുകൂ, കണ്ണ് ബലിയാക്കിയിട്ട് നോക്കരുത് പോലും അല്ലാഹു പൊരുത്തപ്പെട്ട വിഷയല്ല. എന്തും ചൊല്ലണ്ട, ഉമ്മടെ കണ്ണു മറിച്ചിട്ട് നോക്കരുത് പോലും അല്ലാഹുക്ക് ഇഷ്ടല്ല. അല്ലേ? പേരൻസ് മീറ്റിംഗ് പറയുമ്പോ മക്കതാ ഉസ്താദിട്ട മാത്ത് എന്തെങ്കിലും ചൊന്നെങ്ക് നാ പിന്നെ പോവല, സാറിട്ട് എന്തെങ്കിലും ചൊന്നെങ്ക് കേട്ടെങ്കിൽ ചൊല്ലണോ, ഡീസന്റ് സൈലന്റ് വൈലന്റ് അല്ലെ, മക്ക ചൊന്നു കൊടുക്കരുത്, എങ്ങനെ ചൊല്ലണോ? ഈ ഒരവസ്ഥയാവരുത്. ഉമ്മയോടും ഉപ്പയോടും കടുത്ത ഒരു വാക്കില് പോലും ഒരക്ഷരം പറഞ്ഞു പോയാൽ അല്ലാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ. ഉമ്മയുടെ മനസ്സ് നൊമ്പലമായോ, അബ്ബടെ മനസ്സ് ബേജാറാക്കിയമാ, അല്ലാഹു അവനുക്ക് ശാപ വയ്ക്കറ്, അതിലൊരു സംശയ വേണ്ട. ഉമ്മ സാപ്പ വൈക്കൊണ്ടില്ല, അപ്പ സാപ്പ വൈക്കൊണ്ടില്ല. നീ എത്ര വലിയ പണക്കാരനായിക്കോ, എത്ര വലിയ ലീഡറായോ, എത്ര വലിയ ഉസ്താദായോ, എത്ര വലിയ തങ്ങളായോ, എത്ര വലിയ വലിയായോ, സ്വഹാബിയായ മണിസക് പോലും കബറിൽ കിടന്നിട്ട് കബറിൽ തീ കത്തിയിട്ട് ശിക്ഷ കിട്ടിയോണ്ടുണ്ടോ? മുത്ത റസൂലുള്ള കേക്കറു, ഉമ്മ നിങ്ങളെ മോണല്ലേ ഉമ്മ, മാപ്പാക്കി കൊടുക്കൊറുമ്മ. ഉമ്മ ചൊല്ലു, നബിയേ നിന്റെ മനസ്സിൽ മോണ്ടൊട്ടുക ബേജാറുണ്ടോ? റസൂലുള്ള ചൊല്ലു, നബി ഉമ്മ നിങ്ങളെ മോണ് അദാബ് കിട്ടിയോണ്ടുണ്ടോ? മാപ്പ് കൊടുക്കൊറുമ്മ. ഉമ്മ ചൊല്ലു, നബിയേ നബി തങ്ങ ചൊന്നയ്ക്ക് വേണായിട്ട് നന്റെ മോണകു നാ മാപ്പ് കൊടുത്തോണ്ടുള്ള ചൊല്ല സമയമാകുമ്പോ കബറ ഉൽഗത്തെ വിളിച്ചിട്ട് ജസാക്കല്ലാ യാ റസൂലല്ലാ,
നബിയേ ഈ ഖബറിന്റെ ശിക്ഷരെ തൊട്ടിട്ടോ നിന്റെ സലാമത്താക്കി തന്നല്ല നബിയേ, ജസാക്കല്ലാഹു ഖൈറാ. അത്ര വലിയ മഹാനായിട്ട് പോലോ ഉമ്മയുടെ മനസ്സിൽ ബേജാറുന്ന സബലോ ഖബറിൽ ശിക്ഷ അനുഭവിച്ചോണ്ടിരുന്ന സ്വഹാബിരെ കത്ത് ആ ചരിത്രമായിട്ടിന്നെങ്ക് ഉമ്മയുടെ ബേജാറ് അബ്ബടെ ബേജാറ് അതൊരു പരിഹാരം ഈ ദുനിയാവിൽ വേറെയില്ല. അല്ലാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ. അല്ലാഹുടെ സാപ, റബ്ബുടെ സാപ, ഉസ്താദരെ സാപ പേടിയില്ലേ ഞങ്ങൾക്ക്? തങ്ങന്മാരെ സാപ പേടിയില്ലേ ഞങ്ങൾക്ക്? ഔലിയാക്കന്മാരെ സാപ പേടിയില്ലേ ഞങ്ങൾക്ക്? എല്ലവും പേടിക്കണോ? എല്ലാത്തരാട്ടിയും വലിയൊരു ഖാലിക്കായ റബ്ബുടെ സാപ ഉണ്ടല്ലേ. ആ സാപ്പ കിട്ടത് എന്ത് വിഷയകൊണ്ടുണ്ടാ? ഉമ്മ ബേജാറാക്കിയ, ഉപ്പ സങ്കടപ്പെട്ടു പോയാ മക്കളെ രക്ഷപ്പെടൂല. ഉമ്മാന്റെ ശാപത്തിന് ഉപ്പാന്റെ ബേജാറിന് ഈ ഭൂമിയിൽ പരിഹാരം ഇല്ല കേട്ടോ. കോടികൾ കൊടുത്തിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഉമ്മാക്ക് പകരം ഉപ്പാക്ക് പകരം ഇവിടെ ആരും പകരമില്ല. എത്ര തങ്ങന്മാർ ദ്വാരെന്നെങ്കോ, എത്ര ഉസ്താദന്മാർ ദ്വാരെന്നെങ്കിലോ ഉമ്മാന്റെയും അബ്ബാന്റെയും സാവ അത് തിരിച്ചു പോവൂല, അത് മാഞ്ഞു പോവൂല, അതില്ലാതെയാവൂല. ഉമ്മകും അബ്ബകും വേണായ സമയത്ത് വേണായത് കൊടുക്കണു. അങ്ങ പണ്ട് എവിടേക്കും ചുത്ത പോയിട്ടില്ല, വിളിച്ചോണ്ട് പോണു. ഉമ്മയുടെ ആശ പൂർത്തിയാക്കണു, അബ്ബരെ ആശ പൂർത്തിയാക്കണു. വൈഫിക്ക് ഗിഫ്റ്റ് എടുക്കുമ്പോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഗിഫ്റ്റ് എടുക്കുമ്പോ നിന്റെ ഉമ്മയുടെയും അബ്ബയുടെയും മറന്നു പോകണ്ട. വയസ്സായ ഉമ്മ ഒരാശയുണ്ട്, ഒരു ചെറിയ ബംഗാറിന്റെ ചെയിന്, അതല്ലെങ്കിൽ ഒരു മോതിര, അതല്ലെങ്കിൽ ഒരു കാതിര്, അല്ലെങ്കിൽ ഒരു ബല ഉമ്മാരട്ട് ചൊന്നിട്ടില്ല. പക്ഷേ ആ ആസരെ കണ്ടറിഞ്ഞിട്ട് ഉമ്മയുടെ ആശ പൂർത്തിയാക്കോ. അതല്ലെങ്കിൽ ഒന്ന് ഉംറത്ത് പോ, അതല്ലെങ്കിൽ ഒരു അജ്മീർ പോ, അതല്ലെങ്കിൽ എവിടെയാകും വിളിച്ച പോയിട്ട് ഒരു മനസ്സാശ്വാസത്തിന് ഉമ്മക്ക് ആശയുണ്ടോ? ഈ ഉമ്മരട്ട് ചൊല്ലാണ്ട് അവിടെ പോകുണ്ടോ ചൊന്നിട്ട് പോയെങ്ക് അല്ലാഹുടെ പുറത്തൈക്കല, പടച്ചോന്റെ കാവലിക്കല. അബ്ബ എത്തരമാ കഷ്ടവന്നിട്ട് ഞങ്ങളെ നോക്കി ബൽത്തി ബലിയാക്കിയിട്ട് ഈ അബ്ബകൊരു ഹിദ്മെടുക്കോ, അബ്ബകൊരു സഹായാക്കോ, ഉമ്മകൊരു സഹായാക്കോ. ഈ മക്ക മനസ്സ് കാട്ടില്ലാണ്ട് കണ്ടെങ്ക്, അങ്ങക്ക് വെറുപ്പ് കാട്ടിയെങ്ക്, അങ്ങലൊട്ടുക അർസ കാട്ടിയെങ്ക് വെറുപ്പിച്ച ശിക്ഷയും തക്ഷണം ലഭിക്കുന്നതാ. ഉമ്മയുടെയും അബ്ബയുടെയും ബേജാറ് എഫക്ട്, അത് റിസൾട്ട്, അത് ചമ്മ ടൈം പോവണ്ട. മൗത്തിന്റെ മുമ്പവൻ അനുഭവിച്ചെറിയുന്നതാ. നിസ്കരിക്കാത്തത് രാധാബു നാളെ മശറിലുണ്ടോ? നോമ്പെടുക്കാത്തതിരുണ്ടോ? ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ ഉള്ള സബ്ജക്റ്റ് ഒന്നുണ്ടാ. ഉമ്മയുടെ വിസയ അപ്പടെ വിസയ അതിൽ യാര കൊറോടി വന്നേട്ട് കണ്ടെങ്ക് മരണത്തിന് മുമ്പ് അത് അനുഭവിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് കിട്ടാതെ പോകുന്നില്ല. ഉമ്മാനെ ഇൻസൾട്ട് ചെയ്ത അല്ലാഹു നിന്നെ ഇൻസൾട്ട് ചെയ്യാതിരിക്കില്ല. ഉപ്പാന്റെ ബഹുമാനം കുറച്ച അല്ലാഹു നിന്റെ ബഹുമാനം കുറക്കാതിരിക്കില്ല. ഉമ്മയോട് ഉപ്പയോട് ഉമ്മക്കും ഉപ്പാക്കും ദുആരക്കാത്തോന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. ഉമ്മക്ക് ദുആർക്ക് ടൈമില്ലേ, അപ്പക്ക് ദുആർക്ക് ടൈമില്ലേ. അങ്ങക്ക് ദാരിദ്ര്യ പറകു സാധ്യതയുണ്ടോ? അങ്ങക്ക് കഷ്ട പറകു സാധ്യതയുണ്ടോ? അങ്ങനെ ആഹാരത്തിൽ ബറക്കത്ത് കുറയോ സാധ്യത
സാധ്യതയുണ്ടോ? അങ്ങനെ കച്ചവടത്തിൽ ബറകത്ത് കുറയുക സാധ്യതയുണ്ടോ? ഓരോ ദുആലും നിനക്ക് വേണ്ടി നീ ദുആരക്കുമ്പോ നിന്റെ ഉമ്മ ജീവിച്ചിരിക്കട്ടെ, മരിച്ചിരിക്കട്ടെ, ഉമ്മാക്ക് നീ ദുആരുന്നില്ലെങ്കിൽ, അബ്ബക്ക് നീ ദുആരുന്നില്ലെങ്കിൽ നിന്റെ ദുആ അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. മക്കളെ, ഉമ്മക്ക് വേൺമായിട്ട് ദ്വാരക്കണോ, അപ്പക്ക് വേൺമായിട്ട് ദ്വാരക്കണോ? ഈ ദ്വാരം നീണ്ട് കണ്ടെങ്കിൽ അല്ലാഹു നിന്റെ കാര്യമെല്ലാം പൂർത്തിയാക്കി തണ്ടതിൽ ഒരു സംശയം വേണ്ട. ഓരോ വെള്ളിയാഴ്ച രാത്രിയും, എല്ലാ വെള്ളിയാഴ്ച രാത്രിയും മക്കളുടെ സ്വതക്ക കാത്തിരിക്കുന്നുണ്ട്. കബറിൽ കിടക്കര ഉമ്മ, കബറിൽ കിടക്കര അബ്ബ, നണ്ട മക്ക നങ്ങ് സ്വതക്കാക്കിടാറാ. ഒരു വാരം മുഴുവനും ആക്കിയ സ്വതക്ക വെള്ളിയാസ് ജാവുരുണ്ട്. അങ്ങ് എടുത്ത പോയി കൊടുക്കുമ്പോ വലിയ വലിയ ചരിത്രമുണ്ടോ? എത്രമാ ആൽമാറ് വെള്ളിയാസ് ജാവോ മറിച്ചങ്ങ വന്ന് ഗിഫ്റ്റ് എടുത്ത പോണ്ട് കിണാവ് കാണുമ്പോ ഒരാള് മാത്ര കീറിപ്പറിഞ്ഞ ഡ്രസ് ഇട്ടോണ്ടു വന്നിട്ട് എന്തുമില്ലാണ്ട് തിരിഞ്ഞു പോണ്ട ഒരവസ്ഥ. ആ സ്വപ്നം കണ്ട മഹാൻ അയാളോട്ട് പോയി കേക്കറ്, അല്ല എന്തിരേ നിങ്ങളെ ബിസി എന്തിരേ? അയാള് കിനാവിൽ ചൊല്ലോ, ഇതാ അങ്ങനല്ല ഫാമിലി രംഗ, അങ്ങകല്ല വേണായിട്ട് സ്വതക്കാക്കുമ്പോ അങ്ങകല്ലത് കിട്ടിയോണ്ടുണ്ടോ? നണ്ട മക്കാറും നക്ക് വേണായിട്ട് സ്വതക്കാക്കിയോണ്ടില്ല. നാ ബേജാറിലുള്ള നമുക്ക് എന്താ ഉമ്മാക്കിയിട്ട് നന്റെ മക്കൾക്ക് ഇത് വിഷയ ചൊല്ലമാ. ആ മഹാൻ മക്കളെ വിളിച്ചിട്ട് ചൊല്ലുതാ, നിങ്ങളെ മരിച്ചുപോയ അബ്ബറ പേരിൽ നിങ്ങ എന്തായെങ്കും ഒരു സ്വതക്കയാക്കുവാറാ. ആ മക്ക സ്വതക്കയാക്കിയിട്ട് പണ്ട് വെള്ളിയാഴ്ച ജാവ് കിടന്നുറങ്ങുമ്പോ ഈ മക്കളെ അബ്ബ നല്ല ഡ്രസ് ഇട്ടിട്ട് ഈ ഗിഫ്റ്റ് എടുക്കുകയായിട്ട് വന്നിട്ട് നല്ല വല്ല ഗിഫ്റ്റ് പിടിച്ചോണ്ടു പോണ്ട കിണാവാ മഹാൻ കണ്ടിട്ടിന്നെങ്കിൽ മരിച്ചുപോയെങ്കിൽ ഞങ്ങാക്കര സ്വതക്ക അത് എവിടെയും പോകില്ല. നമ്മുടെ ഉമ്മക്ക് നമ്മൾ കൊടുത്താൽ, നമ്മുടെ വാപ്പക്ക് നമ്മൾ കൊടുത്താ, ഞാനും നിങ്ങളും മരിച്ച നമ്മുടെ മക്കൾ നമുക്ക് സ്വതക്ക ചെയ്യണ്ടേ? നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി കൊടുക്കണ്ടേ? അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാഹ്.